Hello, sir. Ashwati's kid is not well, Olivia. I think most probably she'll be late. Yes, sir. I think it's better you stay back till I come. Okay, sir. ഹലോ, എവിടെയാ? യാത്രയിലാണ് തിരുവനന്തപുരത്തേക്ക്. തേർഡ് കൗൺസിലിംഗ് പ്രത്യേകിച്ചൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല. ഒപ്പിടുക, തിരികെ പോരുക. മോളെ ഒന്നുകൂടി ഒന്ന് കാണണം. ഓക്കെ ആവണി, ഐ വിൽ കോൾ യു ബാക്ക്. ഹലോ, ഞാൻ ലേറ്റ് ആകും. ഞാൻ അഡ്വക്കേറ്റ് മോളി ഫെർണാണ്ടസിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഹലോ. പൈപ്പാപ്പ് ഇല്ലാതെ ബ്രീച്ച് ചെയ്യുന്നുണ്ടല്ലോ. എല്ലാം ശരിയാകും കേട്ടോ പീറ്റർ. ശ്വാസം എടുത്തോളൂ. ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ?
The Lord shall preserve thee from all evil. He shall preserve thy soul. The Lord shall preserve thy going out and thy coming in, from this time forth and even forevermore. ഈ ഫയൽ ഡോക്ടർ രാംദാസിന് കൊടുത്തേക്കണേ സിസ്റ്റർ. ഓക്കെ ഡോക്ടർ. സീരിയസ് ആണല്ലേ ഡോക്ടർ? കഷ്ടിച്ച് 1 മാസം കൂടി. കഷ്ടം തന്നെ ഡോക്ടർ. പുള്ളി വലിയ പ്രതീക്ഷയില്ല. പുള്ളിക്ക് കാര്യങ്ങളൊക്കെ അറിയാവുന്നതാ, എന്ത് ചെയ്യാനാ? പക്ഷേ അത് ഉൾക്കൊള്ളാൻ ആള് തയ്യാറല്ല. പ്രതീക്ഷയാണ് അയാൾക്ക്. അതെ ഡോക്ടർ, ക്രിസ്മസിന് അയാളുടെ കല്യാണം പ്ലാൻ ചെയ്തേക്കുക. ചിലർ വിവാഹം പ്രതീക്ഷിക്കുന്നു, മറ്റു ചിലർ വിവാഹമോചനം ഉറ്റുനോക്കുന്നു. ഒരു കോംപ്രമൈസിൽ തീരാവുന്നുള്ള പ്രശ്നമേ ഉള്ളൂ ഡോക്ടർ നിങ്ങൾ തമ്മിൽ. അതിൻ്റെ സമയം കഴിഞ്ഞില്ലേ സിസ്റ്റർ? ഇനിയൊരു പാച്ചപ്പിനില്ല. അതെന്നോട് ഞാൻ ചെയ്യുന്ന ചതിയായിരിക്കും ഏബലിനോട്. Bear with each other and forgive one another. If any one of you have a grievance against someone, forgive as the Lord forgave you. ഹലോ, ആർ യു ഓക്കെ നൗ? ഒരു കോംപ്രമൈസിൽ തീരാവുന്ന പ്രശ്നമല്ലേ നിങ്ങൾ തമ്മിലുള്ളൂ? എന്ത് പ്രശ്നം? എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലല്ലേ പരിഹാരമുള്ളൂ. അകൽച്ച പെട്ടെന്നായിരുന്നില്ല. ഞാൻ അറിയാതെ തന്നെ അവൾ ഒത്തിരി അകലങ്ങളിലേക്ക് പോയി കഴിഞ്ഞിരുന്നു. കൊച്ചിയിലെ ജോലി തിരക്കിനിടയിൽ ഞാനത് ശ്രദ്ധിച്ചില്ല. അറിഞ്ഞപ്പോഴേക്കും ഞാൻ ഒത്തിരി വൈകിപ്പോയിരുന്നു. എല്ലാം ശരിയാകുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ഉം. നീ വല്ലതും കഴിച്ചോ? ആ, ഇടയ്ക്ക് നിർത്തിയിരുന്നു. പെണ്ണ് എപ്പോഴും അച്ഛൻ്റെ തോളത്താണല്ലോ. എനിക്ക് എല്ലാരും താഴെയുണ്ട്. ഒരു ഗുഡ് ന്യൂസ് പറയാനുണ്ട്. എന്താടി, എന്റെ കല്യാണം ഓ ഉറപ്പിച്ചോ? ചെറുക്ക, എന്നെ കെട്ടാനുള്ള ചെറുക്കൻ ഇവിടെ കിടക്കുവല്ലേ. പിന്നെന്താടി ഗുഡ് ന്യൂസ്? എനിക്ക് UK പോകാനുള്ള പേപ്പേഴ്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. 2 വർഷത്തെ കാര്യമല്ലേ ഉള്ളൂ. അപ്പോഴേക്കും അച്ചാച്ചന്റെ കടങ്ങളെല്ലാം തീരും. അപ്പോഴേക്കും നിന്റെ റിസർച്ച് നാട്ടിൽ കംപ്ലീറ്റ് ആവൂലേ? പിന്നെ എനിക്ക് നിന്നെ UK കൊണ്ടുപോകാമല്ലോ.
2 വർഷത്തെ കാത്തിരിപ്പ്, അതെനിക്കാവുമോ? നമ്മൾ ഇത്രയും നാളും കാത്തിരുന്നില്ലേ, പിന്നെയാണോ 2 വർഷം കൂടെ? The Lord keeps you from all harm and watches over your life. The Lord keeps watch over you as you come and go, both now and forever. എന്നാടി പറ. ഞാനിവിടെ പള്ളിയിലോട്ട് വന്നു. സുഖമാണോ? ആ സുഖം. പിന്നെ അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം? എന്തായാലും ഇത്തവണ ക്രിസ്മസിന് ഞാൻ നാട്ടിൽ വരുമ്പോൾ എന്നെ അങ്ങ് കെട്ടിയേക്കണം, കേട്ടോടാ. ഇവിടെ ഞാൻ ഒറ്റയ്ക്ക്, ഇനി എനിക്കാവില്ല. ഞാൻ പറഞ്ഞില്ലേ, നമുക്കൊരു 6 മാസം കൂടെ വെയിറ്റ് ചെയ്താലോ? അപ്പോഴേക്കും എൻ്റെ തീസിസ് എല്ലാം കംപ്ലീറ്റ് ആവും. കഴിഞ്ഞ ക്രിസ്മസിനും ഇത് തന്നെയല്ലേ പറഞ്ഞത്? നീ ചുമക്കുന്നുണ്ടല്ലോ, ഹോസ്പിറ്റലിൽ ഒന്ന് പോയി കാണിച്ചേ. വല്ലാത്ത ചുമയാണല്ലോ. ശരിയാടാ, പക്ഷെ എന്തോ കഴിയുന്നില്ല. ഈയിടെയായിട്ട് വല്ലാത്ത ക്ഷീണം. ഈയിടെയായിട്ടൊന്നും കഴിക്കാനും തോന്നുന്നില്ല. അതാ പറഞ്ഞത്, നീ ഒന്ന് ഡോക്ടറെ പോയി കണ്ടേ. ഹ്യൂമൻ സൈക്കോളജി റിസർച്ച് ചെയ്യുന്നതിന്റെ ടെൻഷൻ എന്നാ മെൻഡർ പറയുന്നത്. എന്തായാലും നീ ഒന്ന് ഡോക്ടറെ കാണിക്കൂ. കൂട്ടത്തിൽ നിന്റെ മെൻഡറെ കൂടി ഒന്ന് കൊണ്ടുപോക്കോ. ശരിയാടാ. പിന്നെ വിളിക്കാം. ഹലോ ഹലോ മോളെ,
എക്സ്ക്യൂസ് മീ, യാ മോളി ഫെർണാണ്ടസ്. മാഡം ലേറ്റ് ആവും, വെയിറ്റ് ചെയ്താൽ മതി. താങ്ക് യു. മൂന്നാല് മാസമായി ചുമയുണ്ടെന്നാണ് പീറ്റർ പറയുന്നത് അല്ലേ? ആഹാരം കഴിക്കുന്നില്ല, വിശപ്പ് കുറവാണ്, വെയിറ്റ് കുറയുന്നുണ്ട്, 2 ആഴ്ചയായി കഫത്തിൽ ബ്ലഡിൻ്റെ അംശവും കാണുന്നുണ്ട് അല്ലേ? പീറ്റർ ഈസ് ഡൂയിങ് റിസർച്ച് അല്ലേ? അപ്പോൾ സിംറ്റംസ് വെച്ചിട്ട് ഗൂഗിൾ ചെയ്തിട്ടുണ്ടാവുമല്ലോ. സിംറ്റംസ് വെച്ച് നമുക്കും ചെറിയ സംശയം ഉണ്ടായിരുന്നു. ഇൻവെസ്റ്റിഗേഷനും ബയോപ്സി റിപ്പോർട്ടും വരുന്നത് വരെ പ്രതീക്ഷയും ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ കുറച്ച് വൈകിപ്പോയിരിക്കുന്നു പീറ്റർ. വരുന്നുണ്ടോ സിസ്റ്റർ? എസ് പീറ്റർ, ഡോക്ടർ ഇപ്പൊ വരുമല്ലോ. എന്തേ? ഒന്നുമില്ല സിസ്റ്റർ, സത്യമായിട്ടും എനിക്ക് ഈ മാസം കൂടി ജീവിക്കാൻ പറ്റുമെന്ന് ചോദിക്കണം. എന്തായത് പീറ്റർ? സൂസൻ അടുത്ത മാസം വരികയല്ലേ? നല്ലത് ചിന്തിക്കൂ, എല്ലാം ശരിയാവും. പ്രാർത്ഥിക്കണം നമുക്ക്. ഇനി എന്ത് ശരിയാവാനാ സിസ്റ്റർ? കൂടിയ 1-2 മാസം ഒരിക്കൽ കൂടെ അവളൊന്ന് കാണാം. പ്രാർത്ഥിക്കാം, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, എല്ലാം ശരിയാവും. കാത്തിരിക്കാം നമുക്ക്. ആ, ഡോക്ടർ വന്നല്ലോ. പീറ്റർ ഇപ്പൊ ചോദിച്ചേ ഉള്ളൂ. അതെയോ? എങ്ങനെയുണ്ട് പീറ്റർ? ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? എനിക്ക് ജീവിക്കണം പ്ലീസ്, എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണം. മെഡിക്കൽ സയൻസിൽ എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട് പീറ്റർ. പിന്നെ ബാക്കിയെല്ലാം കർത്താവിൻ്റെ കയ്യിലല്ലേ. മനുഷ്യന് പരിമിതികളുണ്ടല്ലോ. അതെ, പക്ഷെ പരിമിതികളില്ലാത്ത ദൈവം എന്തിനാണ് ഇത്ര ക്രൂരനാകുന്നത്? ചിലപ്പോഴൊക്കെ ഞാനങ്ങനെ ചിന്തിച്ചു പോകുന്നു ഡോക്ടർ. നമുക്ക് പോസിറ്റീവായി ചിന്തിക്കാം പീറ്റർ. പോസിറ്റീവ്? ഇതുവരെയും ഞങ്ങൾ പോസിറ്റീവ് ആയിരുന്നു. എത്ര കഷ്ടമാണ് ജീവിതം മാറി മറിയുന്നത്. പോസിറ്റീവ്. ഇതുവരെയും പോസിറ്റീവ് തന്നെ ആയിരുന്നു ഞങ്ങൾ രണ്ടുപേരും.
പക്ഷേ എത്ര പെട്ടെന്നാണ് ജീവിതം മാറി മറിയുന്നത്. ഏബൽ, ഇപ്പോഴും ഞാൻ പറയുന്നു, എല്ലാം ശരിയാകും. എനിക്ക് നിങ്ങളെ രണ്ടുപേരെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ എനിക്ക് വിശ്വാസമുണ്ട് എല്ലാം ശരിയാവും. ആവണി, ഇത് തന്നെയാണ് കഴിഞ്ഞ 2 വർഷമായി പറയുന്നത്. അതെ, പക്ഷേ ഇപ്പോഴും ഞാൻ പറയുന്നു, ഒലിവിയ എപ്പോഴും പറയാറുള്ള ആ ട്രിപ്പില്ലേ, വെച്ചുചിറയിലെ തറവാട്ടിലേക്കുള്ള ട്രിപ്പ്, ഇത്തവണ പപ്പയോടൊപ്പം ആയിരിക്കും നിങ്ങളുടെ ക്രിസ്മസ്. അങ്ങനെ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ തീർച്ചയായും പോകും ആവണി. എല്ലായ്പ്പോഴും എന്തൊക്കെയോ കാരണങ്ങൾ പറഞ്ഞൊഴിവായതാണ്. ഒലിവിയയുടെ അമ്മ, യെസ്, അപ്പോൾ പോലും എത്താൻ കഴിഞ്ഞില്ല. ഒരു സർജൻ്റെ തിരക്കുകൾ, ഉത്തരവാദിത്തങ്ങൾ, ജോലി, പേഷ്യൻസ്, തിരക്കായിരുന്നു. അതിനിടയിൽ ഞങ്ങൾക്കിടയിൽ വളർന്ന വിള്ളൽ കാണാതെ പോയി. ഒലിവിയ വന്നോ? ഇല്ല, വൈകുമെന്ന് വിളിച്ചു പറഞ്ഞിരുന്നു. ഏബലിനെ വിളിച്ചോ? 2 വരി, ജസ്റ്റ് വൈകുമെന്നും അഡ്വക്കേറ്റ് മോളിയോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്നും. അത്രേ പറഞ്ഞുള്ളൂ? അവൾ ഒട്ടും മാറിയിട്ടില്ല. അവളുടെ ദേഷ്യവും പകയും കുറഞ്ഞിട്ടുമില്ല. ഒക്കെ ശരിയാകും ഏബൽ. ഇനി എന്ത് ശരിയാകാനാവണി? 3rd കൗൺസിലിംഗ്, കാര്യമായൊരു പ്രതീക്ഷയൊന്നുമില്ല. ഒപ്പിടുക, തിരികെ പോരുക. ആ, മോളെ ഒന്നുകൂടി ഒന്ന് കാണണം. ഞാൻ വിളിക്കാം ആവണി. എവിടെ എത്തി? ഇല്ല, ഞാനിപ്പോഴും കേസ് തന്നെയാണ്, കഴിഞ്ഞിട്ടില്ല. ഇനിയും 3-4 കേസ് ഉണ്ട്. ഇപ്പോഴും കൊച്ചിയിലാണോ? എനിക്ക് ജീവിക്കണം ഡോക്ടർ, പ്ലീസ് എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണം. എനിക്ക് മരിക്കാൻ പേടിയില്ല ഡോക്ടർ. ഞാൻ വീണ്ടും പുനർജനിച്ചാണ്. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ അടുത്ത് പോകും, പക്ഷെ ഞാൻ ജീവിക്കാൻ തുടങ്ങുന്നുള്ളൂ ഡോക്ടർ. എത്ര സ്വപ്നങ്ങൾ. അതെ, എത്ര സ്വപ്നങ്ങൾ, എല്ലാം കൊഴിഞ്ഞില്ലേ? ഇല്ല ഡോക്ടർ, അത്ര പെട്ടെന്ന് കൊഴിയാൻ ഞാൻ സമ്മതിക്കില്ല. പക്ഷെ ഒരാൾക്കൊരു തുണയായി, സ്നേഹമായി, മറ്റൊരാളില്ലാത്ത ജീവിതം ഞങ്ങൾക്കാവില്ല ഡോക്ടർ. ഇനി മുന്നോട്ട് എങ്ങനെയെന്ന് ഒരു നിശ്ചയമില്ലാതെ വഴിമുട്ടി നിൽക്കുമ്പോൾ ഒരു തരം നിർവികാരതയാണ് എനിക്ക് പീറ്റർ. എനിക്കെന്റെ സൂസനെ പിരിയാൻ കഴിയില്ല ഡോക്ടർ. എനിക്ക് അവളോടൊത്ത് ജീവിക്കണം. എനിക്കെന്റെ സൂസനെ വേണം ഡോക്ടർ. എനിക്ക് അവളോടൊത്ത് ജീവിക്കണം. ആബേൽ, നീ എവിടെയാ ആബേൽ? അമ്മി അവിടെ വീണ് കിടക്കുകയാണ്. കുഞ്ഞ് ഫ്ലാറ്റിൽ ഒറ്റയ്ക്കാണ്. ഞാൻ രാവിലെ വിളിച്ചപ്പോഴും നീ ഉടനെ പുറപ്പെടും എന്നാ പറഞ്ഞ്. എന്നിട്ട് ഇപ്പോഴും നീ കൊച്ചിയിൽ. Hi Abel, so sorry for keeping you wait. Please. And let us consider the further process and proceedings right now. You have filed for mutual dissolution of marriage under the Indian Divorce Act 1869 under subsection 10A1.
which lays down that the marriage of dissolution by mutual consent shall happen only after there has been a judicial separation of like 2 years. പിന്നെ ചില കേസിൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് 1 വർഷത്തെ വേർപിരിയലാണെങ്കിലും ഓക്കെ ആണ്. പക്ഷേ നിങ്ങളുടെ കേസിൽ നമുക്ക് എവിഡൻസ് ഉണ്ട്, നിങ്ങൾ 2 വർഷമായിട്ട് വേർപിരിഞ്ഞ് കഴിയുന്നതിനുള്ള തെളിവ് നമുക്കുണ്ട്. ഇപ്പോൾ നമ്മൾ കേസ് തുടങ്ങി 6 months ആയി. 6 monthsൽ ഇപ്പോൾ നമ്മൾ 3ാമത്തെ കൗൺസിലിംഗിലും എത്തി. ഇത് കഴിഞ്ഞ് നമുക്ക് ഫൈനൽ ഹിയറിംഗിലേക്ക് പോകാവുന്നതാണ്. നിങ്ങൾക്ക് 2 പേർക്കും ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഡിസിഷൻ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. 2 അല്ല 3 പേര്, കുഞ്ഞുണ്ടല്ലോ. കുഞ്ഞെന്ന് കേൾക്കുമ്പോഴാണ് വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട് ആബേൽ. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ആബേൽ പോയൊന്ന് ഫ്രഷ് ആയിട്ട് വരൂ. ഒലീവിയ എന്തായാലും ലേറ്റ് ആകുമെന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താ ഇങ്ങനെ നോക്കുന്നത്? നിന്റെ കണ്ണുകളിൽ ഞാൻ എന്നെ കാണുന്നു. ഓ, ഡോക്ടർക്ക് സാഹിത്യവും വശമാണല്ലോ. ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ. So give me some oh my love, you're coming with me. I know you'll leave me one day. Can you just stay till Monday? The thought makes me smile. I'm so tired of wanting more than this. I know it, but what am I to do? I need some space to breathe. So give me some So give me some I need room. And God blessed them, and God said to them, Be fruitful and multiply, and fill the earth and subdue it. ഹായ് അവനി. ഹായ് അവനി. ഏബൽ എന്തായി? അഡ്വക്കേറ്റിനോട് സംസാരിച്ചോ? 3 പേർക്കും ഗുണകരമായൊരു വേർഡിക്റ്റ് പ്രതീക്ഷിക്കാമെന്ന് പറഞ്ഞു. 3 പേർക്കും? മോളെയും കൂട്ടി 3 പേർ. വിഷമിക്കാതെ ഏബൽ. 3 പേർക്കും ഗുണകരമായ വേർഡിക്റ്റ് എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ കോംപ്രമൈസ്, അല്ലാതെ എന്താ? എൻ്റെ പ്രതീക്ഷകളൊക്കെ അസ്തമിക്കുകയാണ് അവനി. ഇന്ന് വൈകിട്ട് ഒലിവിയ എത്തുമ്പോഴേക്കും തീരുമാനമാകും. എനിക്കിപ്പോഴും നല്ല ഉറപ്പാ. പ്രതീക്ഷകൾ കൈവിടരുത് ഏബൽ. മിറാക്കിൾ സംഭവിക്കാൻ അധികം കാലം വേണമെന്നില്ല. പ്രതീക്ഷകൾ കൈവിടരുത് പീറ്റർ. മിറാക്കിൾസ് സംഭവിക്കാൻ അധികം കാലമൊന്നും വേണ്ടല്ലോ. സൂസൻ എത്തുന്നവരെങ്കിലും എനിക്ക് അവളൊന്ന് കാണണം. കല്യാണത്തിനാവുന്നതിന്റെ സന്തോഷത്തിലാണ് അവൾ. ഈ കാര്യം എങ്ങനെ അവളെ അറിയിക്കും എന്നുള്ള വിഷമത്തിലാണ് ഞങ്ങളുടെ വീട്ടുകാർ. എന്തൊരു വിധിയാണ് ഡോക്ടർ. വിഷമിക്കാതെ പീറ്റർ. ഇതൊക്കെ ഒന്ന് കലങ്ങി തെളിയുമെന്നൊരു തോന്നൽ. 2 ദിവസമായി ഇത് പീറ്ററിനോട് പറയണമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തോ എത്രത്തോളം ഇതിൽ മെഡിക്കൽ സയൻസിന് ആനുകൂല്യമുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തോ 2 ദിവസമായി എനിക്കൊരു തോന്നൽ. സൂസനും പീറ്ററും ഒരുമിക്കുന്നു. നിങ്ങൾ 2 പേരും സന്തോഷത്തോടെ ഇനിയും
ഞാൻ ഒന്ന് ചോദിച്ചിട്ടുണ്ട് ഡോക്ടർ. ഞാനിവിടെ വന്നിട്ട് ഇപ്പോൾ 1 മാസം ആകുന്നു. ഈ കുറഞ്ഞ കാലത്തിനുള്ളിൽ തന്നെ പരസ്പരം നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇനി എനിക്ക് മനസ്സിലാകാത്തത് ഡോക്ടർ എന്തിനാണ് ഹസ്ബൻഡുമായി പിരിഞ്ഞത്? അതിൻ്റെ കാരണം എന്നോട് പറയുന്നതാണെങ്കിൽ പ്ലീസ്. കാരണം പിരിയാനുള്ള കാരണം അതാണ് കഴിഞ്ഞ 6 മാസങ്ങളായി ഞാനും തിരയുന്നത്. അല്ല, ഞങ്ങൾ തിരയുന്നത്. ഇതൊരു ഡിവോഴ്സ് ഓഫ് മ്യൂച്വൽ കൺസെന്റ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, പക്ഷെ വേർപിരിയാനുള്ള കാരണങ്ങൾ ഞങ്ങൾ രണ്ടുപേരും തിരയുന്നതേ ഉള്ളൂ. ആദ്യമായി ഇങ്ങനെ ഒരു കാര്യം സംസാരിച്ചത് ഞാൻ തന്നെയാണ്. അകാരണമായി മാനസികമായി ഞങ്ങൾ രണ്ടുപേരും ഒത്തിരി അകന്നു കഴിഞ്ഞു എന്നെനിക്ക് തോന്നിയ ഒരു രാത്രിയിൽ. അബേൽ, ഞാനൊരു കാര്യം പറയട്ടെ. എത്ര കാലം വരെ നമുക്ക് നമ്മളെ തന്നെ പറ്റിച്ച് എത്ര നാൾ തുടരാം? അതുകൊണ്ട് ആർക്കെന്ത് നേട്ടം? നമുക്ക് പിരിയാം അബേൽ. നമുക്ക് നല്ല സുഹൃത്തുക്കളായി തന്നെ പിരിയാം. ആബേലിന്റെ മനസ്സിലും ഇത് തന്നെ ആകും എന്നാണ് എൻ്റെ വിശ്വാസം. ഇറ്റ്സ് ബെറ്റർ വി ഡിവോഴ്സ്. എങ്കിലും എങ്ങനെയാണ് ഇത്രമേൽ സ്നേഹിച്ച 2 ഹൃദയങ്ങൾക്ക് അകലാൻ കഴിയുന്നത്? അതൊരു സ്പെസിഫിക് കാരണമില്ലാതെ. അകൽച്ച അത് പെട്ടെന്നൊരു നാളുണ്ടായതല്ല പീറ്റർ. ഇനി കൂടി ചേർക്കാനാകാത്ത വിധം അകന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോഴേക്ക് ഒരുപാട് വൈകിയിരുന്നു. മമ്മി ഇനി മോളുടെ കൂടെയാണ് കിടക്കാൻ പോകുന്നത്. ഓക്കെ? ആരാണ് ആവണി? കൊച്ചിയിൽ കൂടെയുള്ള ഡോക്ടറാണ്. ആബേലിന്റെ കോഴ്സ്മേറ്റ് ആണ്. എനിക്കും അറിയാം ആളെ. ആവണിയാണോ കാരണം? അല്ല, അറിയില്ല. അവൾ മാത്രമല്ല. യെസ്, അവളും കാരണങ്ങളിൽ ഒന്നാണ്. അവർ തമ്മിലിങ്ങനെ സംശയം വരാൻ എന്തെങ്കിലും? അറിയില്ല എന്താണ് അവർ തമ്മിലെന്ന് എനിക്ക് അറിയില്ല. ആബേൽ ഒരു നല്ല ഹസ്ബൻഡ് ആയിരുന്നു, നല്ലൊരു അച്ഛനാണ്. പക്ഷേ പലപ്പോഴായിട്ടും എനിക്ക് മുകളിൽ പ്രയോറിറ്റി മറ്റ് പലതിനും കൊടുക്കുന്നതായിട്ട് എനിക്ക് തോന്നി തുടങ്ങി. വെറുമൊരു തോന്നൽ മാത്രമായിരിക്കില്ലേ ഡോക്ടർ? സാധാരണ പൊസസീവായിട്ടുള്ള ഭാര്യമാർക്ക് തോന്നുന്ന ഒരു അല്ല പീറ്റർ, ഇതല്ല. കുടുംബ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന പപ്പയെ പോയി കാണാൻ ഞാൻ ആബേലിനോട് 100 തവണ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആബേലിന് തിരക്കായിരുന്നു, ഡ്യൂട്ടിയും സെമിനാറും. പക്ഷെ അതേസമയം ആവണിയുടെ അമ്മ വീട് കിടന്നപ്പോൾ ആബേലിന് തൃശ്ശൂർക്ക് പോകാൻ സമയം കിട്ടി. നോവും പീറ്റർ, എനിക്ക് നോവും. ഞാൻ അത്രമാത്രം സ്നേഹിച്ചിരുന്നു. പക്ഷെ ഇപ്പോഴാ സ്നേഹത്തിന് ഒരു കുറവും വന്നിട്ടില്ല എന്നുള്ള തെളിവല്ലേ ഡോക്ടർ?
ആ കണ്ണുനീര്. അവരെ ഒരുമിച്ച് ബീച്ചിലൊക്കെ കണ്ടവരുണ്ട്. ഒരുമിച്ച് പഠിച്ചവർ, ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവർ. അവർ ബീച്ചിൽ പോയാൽ എന്താ ഡോക്ടർ? സ്നേഹത്തിൻ്റെ ആധിക്യം കൊണ്ട് തോന്നുന്നതാവും. ഒന്ന് സംസാരിച്ചാൽ ഉരുകി തീരുന്ന മഞ്ഞമലയെ നിങ്ങൾക്കിടയിലുള്ളൂ. എൻ്റെ കാര്യം ഒന്ന് ആലോചിച്ചു ഡോക്ടർ. സൂസനെ ഒന്ന് കാണാം. ഒരു വാക്കൊന്നും വേണ്ട, ഒന്ന് കെട്ടിപ്പിടിക്കാൻ. ഒരിക്കലേ കഴിയില്ലെന്നുള്ള സത്യം മനസ്സിന് നീറ്റുകയാണ് ഡോക്ടർ. വിധി തട്ടിപ്പറിക്കും മാത്രമേ സ്നേഹം എത്ര അമൂല്യമായിരുന്നു നാം അറിയും. പക്ഷേ ഒത്തിരി വൈകിക്കും. സിസ്റ്റർ, ഡോക്ടർ തിരിച്ചെടുക്കാം. ശാന്തനാകൂ പീറ്റർ, എല്ലാം ശരിയാകും. പ്ലീസ് പീറ്റർ, റിലാക്സ്. ഒന്നുറങ്ങുമ്പോൾ എല്ലാം ശരിയാകും. ഇനി ഉണരുമെന്ന് എനിക്കറിയില്ല, പക്ഷേ പ്ലീസ് ഡോക്ടർ, വിധിയിൽ നിന്നും പട്ടിപ്പറിച്ചത് എത്ര നിസ്സാരമായിട്ടാണ് വലിച്ചെറിയത്. ഒടുവിൽ പശ്ചാത്തപിച്ചിട്ട് കാര്യമില്ല ഡോക്ടർ. ഇനി ഒരു പക്ഷേ ഞാൻ ഉണരില്ലായിരിക്കും ഡോക്ടർ. എൻ്റെ സൂസ എനിക്ക് പീറ്ററിനെ പ്രത്യേകം ശ്രദ്ധിച്ചോണേ സിസ്റ്റർ. ഇന്ന് ലാസ്റ്റ് കൗൺസിലിംഗ് ആണ്. ഡോക്ടർ ഇനിയും വൈകിട്ടില്ല. എനിക്കറിയില്ല സിസ്റ്റർ, മനസ്സാകെ മരവിച്ചിരിക്കുകയാണ്. ഹലോ, എവിടെയാ? ചെറായി ബീച്ച്. ഒറ്റയ്ക്കോ? പിന്നല്ലാതെ, ആകെയുള്ള ഫ്രണ്ട് ഇപ്പോൾ തലസ്ഥാനത്ത് പോയേക്കുമല്ലേ. അതിനെന്താ, നമ്മുടെ അയർലൻഡ് ഡോക്ടർ അടുത്ത മാസം ഇങ്ങ് വരുമല്ലേ. കല്യാണമൊക്കെ ചെറിയ രീതിയിൽ മതിയെന്നാ പുള്ളിയുടെ പോളിസി. അതൊന്നും സാരമില്ല, അതോർത്ത് നീ വിഷമിക്കണ്ട. വിഷമിച്ചിട്ട് കാര്യമില്ല. ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയുമോ? അതെന്താടോ അങ്ങനെ ഒരു ചോദ്യം? ആദ്യമായിട്ടാണല്ലോ. അതല്ലടാ, കുറച്ച് നാളായിട്ട് മനസ്സിൽ മുള്ളായിട്ട് കിടക്കുന്നു, അതാ. നീ കാര്യം പറയ്. അല്ല, നിങ്ങൾ തമ്മിൽ അകലാനുള്ള കാരണം ശരിക്കും നിനക്കറിയില്ല എന്നല്ലേ നീ പറയാറ്? അതെ, അത് തന്നെയാണ് ഞാനിപ്പോഴും പറയുന്നത്. അതല്ലടാ, എനിക്കെന്തോ മനസ്സിലൊരു വിഷമം. ഇനി ഞാനാണോ നിങ്ങളുടെ ഇടയിലുള്ളൊരു പ്രശ്നം? എടോ, നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും കളങ്കമുണ്ടായിരുന്നെങ്കിൽ നിന്നെ ഞാൻ ഒലിവയ്ക്ക് പരിചയപ്പെടുത്തുമായിരുന്നു. ഒലിവിയ കൊച്ചി വന്നപ്പോഴെല്ലാം നീയും കൂടെ ഉണ്ടായിരുന്നല്ലോ. നിങ്ങൾ വലിയ ചങ്ങാതിമാരായിരുന്നില്ലേ? പിന്നെന്താ പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ? അതല്ലടോ, ഭാര്യയുടെ മനസ്സ് അതൊന്ന് വേറെ തന്നെയാണ്. അതങ്ങനെ ആകാവൂ. സത്യം പറയ്, അങ്ങനെ വല്ലതും? ഒലിവിയയ്ക്ക് അങ്ങനെ വല്ല ചിന്തയും? മുതലേ ഉള്ളിടത്ത് ചീങ്കണ്ണി വരുമോ? അവൾ അത്രത്തോളം എന്നെ സ്നേഹിച്ചു, ഞാൻ അങ്ങോട്ട്. അതിനിടയിൽ ആർക്കും കയറിപ്പറ്റാനാകില്ല, അത് അവൾക്കും അറിയാം.
എന്നിട്ടും പിന്നെ എന്താണ് ഇങ്ങനെയൊരു ട്വിസ്റ്റ്? ഞാൻ കാരണമാണെങ്കിൽ ഒലിവിയോട് ഞാൻ സോറി പറയാം. ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ കാണില്ല എന്ന് ഞാൻ സത്യവും ചെയ്യാം. വിടടോ, അങ്ങനെ ഒരു തോന്നൽ ഒലിവിയയ്ക്ക് ഉണ്ടാകാനായി ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. ഞാൻ ആലോചിക്കുമ്പോൾ ഒരു കാരണം മാത്രം ഇപ്പോൾ കാണുന്നു. ഭാര്യ എന്ന നിലയിൽ അവൾക്ക് ഞാൻ കൊടുത്ത സമയം വളരെ വളരെ കുറവായിരുന്നു. കൊച്ചിയിലേക്ക് മാറ്റം കിട്ടിയപ്പോൾ രണ്ടാളും രണ്ട് ദിക്കിൽ ജോലി ചെയ്യുമ്പോൾ ജോലിഭാരം കൂടിയപ്പോൾ ഞാൻ എൻ്റെ തിരക്കുകളെക്കുറിച്ച് മാത്രം ഓർത്തു. അവിടെ ഒലിവയ്ക്കും ജോലി തിരക്കുള്ളതാണെന്നും അതിനിടയിലാണ് അവൾ മോളെ വളർത്തുന്നതെന്നും ഞാൻ മറന്നു. ജീവിതത്തിൻ്റെ തന്നെ ബാലൻസ് അത് നഷ്ടപ്പെട്ടത് എപ്പോഴാണെന്ന് അറിയില്ല. പ്രകടമായ അകൽച്ച അതൊരു ഷോക്കായി പോലും തോന്നിയില്ല. ഈവൻ വെൻ ഷീ സെഡ് ഷീ വാണ്ടഡ് ഡിവോഴ്സ്, അത്രത്തോളം അകന്നു പോയി കഴിഞ്ഞിരുന്നു ചെറിയ കാലത്തിനുള്ളിൽ തന്നെ. എത്ര പെട്ടെന്നാണ് ജീവിതത്തിൻ്റെ ഉറവുകൾ വറ്റിപ്പോകുന്നത്. ഉറവുകൾ പറ്റിയെന്ന് വെറുതെ തോന്നുന്നതാ. ചെറിയൊരു പുതുമഴയിൽ വീണ്ടും പുനർജനിക്കാവുന്നതാണ് ശുദ്ധഹൃദയരുടെ പ്രണയം. എന്തായാലും ഞാൻ പ്രാർത്ഥിക്കാം. ഇരുട്ട് വീണില്ലേ ഒറ്റയ്ക്ക് ബീച്ചിൽ? ഇല്ല, ഞാൻ ഡ്രൈവ് ചെയ്യാം, പുറപ്പെട്ടു. ശരി, റൂമിലെത്തിയിട്ട് വിളിക്കും. ആബേൽ, മറ്റന്നാൾ എൻ്റെ സെമിനാർ തുടങ്ങുവാണ്. 2 ദിവസത്തേക്ക് മോളുടെ കൂടെ വന്ന് നിൽക്കാമെന്ന് പറഞ്ഞ ആളാ. എപ്പോഴാ വരുന്നത്? ഞാൻ വരാവിടാ, ഇന്ന് തന്നെ നടക്കത്തില്ല. ഒരുപാട് കേസ് പോസ്റ്റ് ചെയ്തിരിക്കുക. അപ്പോൾ മോള് ഫ്ലാറ്റിൽ ഒറ്റയ്ക്ക്? ബെസ്റ്റ്. സുഖമില്ലാത്ത പപ്പയെ വിട്ടിട്ട് മമ്മി ഒരിടത്തും പോകില്ല എന്ന് ആബേലിന് അറിയാമല്ലോ. ആബേൽ, മോൾ ഇപ്പോൾ വിളിച്ചിരുന്നു, മമ്മിക്ക് നല്ല പനിയാണെന്ന്. പ്ലീസ് ആബേൽ, പെട്ടെന്നൊന്ന് ട്രിവാൻഡ്രത്ത് പോയി മമ്മിയെ ഒന്ന് കാണാമോ? അറിയില്ല, പപ്പയെ വിട്ട് നിൽക്കുന്നതും ആകാം. ഞാൻ വിളിച്ചപ്പോൾ നല്ല ചുമയുണ്ടായിരുന്നു. ആബേൽ പോകുമ്പം ഞാൻ നാളെ കഴിഞ്ഞ് എത്തുമെന്ന് മമ്മിയോട് പറഞ്ഞേക്കണേ. ആബേൽ, എവിടെ എത്തി ആബേൽ? മോളിപ്പം മമ്മി വീണെന്ന്, മോളിപ്പോൾ വിളിച്ചു അമ്മമ്മ വീണെന്ന്. എനിക്ക് ആകെ പേടിയാകുന്ന ആബേൽ. മോളിപ്പോൾ വിളിച്ചിട്ട് ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. കുഞ്ഞ് ഫ്ലാറ്റിൽ ഒറ്റയ്ക്കാ. എനിക്കാകെ ആകെ പ്രശ്നമാണല്ലോ. മോളിപ്പോ ആബേൽ എവിടെ എത്തി? ഇപ്പോഴും കൊച്ചിയിലാണോ? ആബേൽ, നീ എവിടെയാ ആബേൽ? അമ്മി അവിടെ വീണ് കിടക്കുകയാണ്. കുഞ്ഞ് ഫ്ലാറ്റിൽ ഒറ്റയ്ക്കാണ്. ഞാൻ രാവിലെ വിളിച്ചപ്പോഴും നീ ഉടനെ പുറപ്പെടും എന്നാ പറഞ്ഞ്. എന്നിട്ട് ഇപ്പോഴും നീ കൊച്ചിയിൽ? ഐ ഹേറ്റ് യു ആബേൽ, ഐ ഹേറ്റ് യു. ഹലോ ഡോക്ടർ, പേഷ്യൻ്റ് പീറ്റർ സിക്കാണ്. ഇൻറ്റുബേറ്റ് ചെയ്തു. സാച്ചുറേഷൻ 70 ഉള്ളൂ. അയ്യോ, ഓക്സിജൻ 100% അല്ലേ? BP ഫോളും ഉണ്ട്. ഡ്യുവൽ സപ്പോർട്ടിലാണ്. ഞാൻ എന്തായാലും ഇപ്പോൾ അങ്ങോട്ട് വരാം. ഡോക്ടർ ആബേൽ അവിടെ വെയിറ്റിംഗ് അല്ലേ? വേണ്ട. ഡോക്ടർ നവീൻ ഒന്ന് ഫോൺ കൊടുക്കാമോ സിസ്റ്റർ? അല്ലെങ്കിൽ വേണ്ട, ഡോക്ടർ നവീൻ ഫ്രീ ആകുമ്പോൾ എന്നെ ഒന്ന് വിളിക്കാൻ പറയാമോ? മാം. ഹായ് ഒലിവിയ, പ്ലീസ് കം. ഇരിക്കൂ.
ഇപ്പോൾ 6 മാസത്തെ കൂളിംഗ് ഓഫ് പീരീഡ് കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് സെക്കൻഡ് മോഷൻ പെറ്റീഷനിലേക്ക് കടക്കാം അല്ലേ? സാധാരണ ഡിസൊല്യൂഷൻ ഓഫ് മാരേജ് ബൈ മ്യൂച്വൽ കൺസെൻറ്റിൽ പ്രശ്നമായി വരാറുള്ളത് കസ്റ്റോഡിയൻ ഓഫ് ദി ചൈൽഡ്, ആലിമണി, കേസ് എക്സ്പെൻസസ് ഇതൊക്കെയാണ്. ഈ കാര്യങ്ങളിലൊക്കെ നമുക്കൊരു മ്യൂച്വലി അഗ്രീഡ് സ്റ്റാറ്റസ് ആണെങ്കിൽ നമുക്ക് കേസ് പ്രൊസീഡ് ചെയ്യുന്നതിൽ വലിയ പ്രശ്നമൊന്നുമില്ല, എളുപ്പമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ആൻഡ് ഇഫ് ദ കോർട്ട് ഈസ് സാറ്റിസ്ഫൈഡ് വിത്ത് യുവർ ഡിസിഷൻ ടു സെപ്പറേറ്റ് ആൻഡ് ദി കൺസെൻറ്റ് ഗിവൻ, ദ ഡിവോഴ്സ് ഷാൽ ബി ഗ്രാൻഡഡ് സൂൺ. ഇനി ബോൾ നിങ്ങളുടെ കോർട്ടിലാണ്. ഒന്ന് പറഞ്ഞോട്ടെ, ഈ ഒരു സാഹചര്യത്തിൽ പറയുന്നതിൽ തെറ്റില്ല എന്ന് തോന്നുകൊണ്ട് പറയുന്നതാണ്. നമ്മളൊക്കെ ക്രിസ്ത്യൻസ് ആണ്. അപ്പോൾ ബൈബിളിൽ പോലും ഒരേ ഒരു കണ്ടീഷനേ ഉള്ളൂ ഇത്തരം സാഹചര്യത്തിൽ ഡിവോഴ്സിന് വേണ്ടിയിട്ട്, അത് അഡൾട്ടറിയാണ്. ഇപ്പോൾ നിങ്ങളുടെ കേസ് കണ്ടിടത്തോളം അങ്ങനെ ഒരു പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പുതിയ ടെസ്റ്റമെൻ്റ് അനുസരിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട് ജീസസ് ഈവൻ അഡൾട്രസ് ആയിട്ടുള്ള വിമന് പോലും ക്ഷമിക്കുന്നതായിട്ട്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഇത്തരം നിസ്സാര കാര്യങ്ങൾക്ക് ക്ഷമിക്കാവുന്നതേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഡിസിഷൻ നിങ്ങളുടേതാണ്. Point is, even if one party withdraws the consent and the mutuality ceases to exist, then the court won't proceed with this divorce. In that case, ഇതൊരു contested divorce ആയിട്ട് മാറും. ഹലോ ഡോക്ടർ, പീറ്ററിന് എങ്ങനെയുണ്ട്? He is crashing, Olivia. ഡോക്ടർ, പേഷ്യന്റെ കാര്യം കഷ്ടമാണ്. അടുത്ത മാസം കല്യാണം നിശ്ചയിച്ചിരിക്കുവാണ്. We are trying our best, Olivia. Cardiac arrest. ഓക്കെ ഡോക്ടർ, പക്ഷെ എന്തെങ്കിലും പ്രതീക്ഷ? CPR ongoing ആണ്. 45 minutes ആയി. We'll try our best. ഓക്കെ ഡോക്ടർ, പ്ലീസ് അപ്ഡേറ്റ് മീ ദ പ്രോഗ്രസ്. Sure, Olivia. You take care. We'll do our best. Are you okay, Olivia? Are you okay? സുഖമില്ലെങ്കിൽ നമുക്ക് മറ്റൊരു ദിവസത്തേക്ക് മാറ്റാം, വേറൊരു ഡേറ്റ് എടുക്കാം. You are fine, right? Hello? He couldn't get back the pulse. We are declaring him. I'm sorry. Are you okay? സുഖമില്ലെങ്കിൽ നമുക്ക് വേറൊരു ദിവസത്തേക്ക് ഡേറ്റ് എടുക്കാം, ഒലിവിയ. ഒലിവിയ വിഷമിക്കാതെ ഒലിവിയ, നമുക്ക് നോക്കാം. നമുക്ക് കോർട്ടിൽ പറഞ്ഞ് വേറൊരു ദിവസത്തേക്ക് മാറ്റിയെടുക്കാം. ഇപ്പൊ സുഖമില്ലാത്തതല്ലേ? It's okay. I'm okay. വിധിയിലൊന്നും പട്ടിപ്പറിച്ചു എത്ര നിസ്സാരമായിട്ട് വലിച്ചെറിയുക. ഒടുവിൽ പരിശോധിച്ചിട്ട് കാര്യമില്ല ഡോക്ടർ. വിട്ടുകളയില്ല ഡോക്ടർ.
ഇനിയിപ്പോ ഇതിന്റെ ആവശ്യമില്ല. Therefore, a man shall leave his father and his mother, and hold fast to his wife, and they shall become as one flesh. And God blessed them, and God said to them, Be fruitful and multiply, and fill the earth and subdue it. Therefore, what God has joined together, let not man separate. ഫ്രണ്ട് വിളിക്കുന്നു. ഹലോ അവനി, ഡാ ഞാൻ റൂമിലെത്തി കേട്ടോ. ഇത്ര ലേറ്റ് ആയോ? ടയർ പങ്ക്ചറായി. ഞാൻ സംസാരിക്കട്ടെ. ഇയാളുടെ ഫ്രണ്ട് ഇവിടെ ഉണ്ട്, ഫോൺ ചോദിക്കുന്നുണ്ട്, കൊടുക്കാം. ഹലോ, അയർലൻഡുകാരൻ വരുന്ന സന്തോഷത്തിൽ സ്പീഡ് കൂടിയിട്ടായിരിക്കുമല്ലേ വണ്ടി പഞ്ചറായത്? ഹായ് ഒലിവിയ. ആഹാ, നിങ്ങളിപ്പോ ഒന്നായോ? അതെ, പഞ്ചർ ഒട്ടിച്ചു വിത്ത് മ്യൂച്വൽ കൺസെന്റ്. ബൈ അവണി. മമ്മി, ഞാൻ ഭായിയുടെ വീട് എത്താറായോ? ഇല്ല മോളെ, അതിന് ഇനിയും ഒരുപാട് ദൂരമുണ്ട്. കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ്. ഇനി ഇത് വേണ്ടല്ലോ. By day, the Lord went ahead of them in a pillar of cloud to guide them on their way, and by night in a pillar of fire to give them light, so that they could travel by day or night. you